ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുസവ്വിർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാക്ക് ടു ദ കോർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ലീഗോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. സോ ഇത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ടോയ്സ് നിർമ്മിക്കപ്പെടുന്ന ഒരു കമ്പനിയാണ് ലീഗോ എന്നുള്ളത്. സോ ഏകദേശം 1940 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഒരു ഹ്യൂജ് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി 2004 ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഡിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ലോസിലേക്ക് കമ്പനി പോയി 2000 to 2004 കാലഘട്ടത്തിൽ. സോ ഇതിനുള്ള കാരണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഏതൊരു ബിസിനസ്സും ഒരു എക്സ്പാൻഷന് പോണ സമയത്താണ് എന്തുണ്ടാവുക, മാക്സിമം പ്രോബ്ലംസ് ഉണ്ടാവുക. സോ അതേ സെയിം സംഭവമാണ് ഈ കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഇവർ കോർ പ്രോഡക്റ്റ് ബ്രിക്സ് ആണ്. സോ അതിൽ നിന്ന് ഇവർ കുറച്ച് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ വാട്ടർ തീം പാർക്ക്, അതുപോലെ തന്നെ വീഡിയോസ്, മറ്റുള്ള ഒരുപാട് അതർ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്തു, ഇവർ മൂവ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മേജർ പ്രോഫിറ്റ് കൊണ്ടുവന്നിരുന്നത് അതല്ലെങ്കിൽ ഈ കമ്പനി ബിൽഡ് ചെയ്യാൻ ഇവരുടെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ്ലി ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് കോൺസെപ്റ്റിലായിരുന്നു. സോ അതിനെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്തു, ഡൗൺ ആയി. അപ്പോൾ ഇവർ അവിടെ എടുത്തൊരു ഡിസിഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ബിസിനസ്സിൽ ഏത് സമയത്തും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആ ഒരു എക്സ്പാൻഷനും മറ്റുള്ള കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നേരെ തിരിച്ചെന്ത് ചെയ്യാം, ഈ ഒരു കോർ പ്രോഡക്റ്റിലേക്ക് എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ്. സോ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി ഒരു ഗ്രോത്ത് മെല്ലെ കൊണ്ടുവന്നതിന് ശേഷം താഴെ ഒരു ഡിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഡെവലപ്മെൻറ്റിൽ ആദ്യം ഈ കോർ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് വരിക, അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ആയിരിക്കും ആളുകൾ ഇഷ്ടപ്പെടുക, അതല്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി. സോ ആ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം. ആ ഒരു സംഭവം സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലം അതാണ് പ്രോഡക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് സെറ്റാക്കിയിട്ട് അതിലേക്ക് കൂടുതൽ എന്ത് ചെയ്യണം, സ്ട്രെങ്ത് കൊണ്ടുവരണം. നമുക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് തിരിച്ചറിയാം? അതായത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പർച്ചേസിങ് ക്വാണ്ടിറ്റി കൂടുക, ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്ന് വേൾഡിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ മോഡലും മറ്റുള്ള രീതിയിലൊക്കെ പോകുന്ന ബിസിനസ്സാണ്. സോ ഇവരെന്ത് ചെയ്തു, ലിഗോക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. അതിൽ വെച്ചിട്ടാണ് ഇവരെല്ലാ പ്രോഡക്റ്റുകളും എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അതിൽ കാര്യമായിട്ടും അവർ ആഡ് ചെയ്തത് ആളുകൾക്ക് ഒരു ബിൽഡിംഗ് സൈക്കോളജി, കുട്ടികൾക്ക് പല രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് പല രീതിയിലും നല്ല രീതിയിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു നല്ല ലെവലിൽ, ഒരു സീറോയിൽ നിന്നുള്ള കമ്പനി നല്ലൊരു ലെവലിലേക്ക് പോയി. അതിൻ്റെ ഒരു ബാഡ് സ്ട്രാറ്റജി കാരണം, അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ എക്സ്പാൻഷന് പോയതിന് കാരണം എന്ത് ചെയ്തു, അവർ ഡൗൺ ആയി. പക്ഷേ കമ്പനി പൂട്ടാതെ അടുത്ത ഒരു സ്ട്രാറ്റജി അവർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും ഇന്ന് കാണുന്ന ലെവലിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ടോയ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലേക്ക് എന്ത് ചെയ്തു, അവർ വളർന്നു എന്നുള്ളതാണ്. സോ എപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ നന്നായിട്ട് നോക്കണം. നല്ല രീതിയിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും കെയർ ചെയ്തുകൊണ്ട് നല്ല നോളജ് പഠിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെവലപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇൻഫർമേഷൻസ് നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ മുസവ്വിർ.